എം.എ. ഷഹനാസിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. സാംസ്കാരിക സാഹിതി എന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നുമാണ് പുറത്താക്കിയത്. രാഹുലിനെതിരെ ഷാഫി പറമ്പിലിനോട് പരാതിപ്പെട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി. മേഘ മാധവൻ വിവരങ്ങളുമായി ചേരുകയാണ്. മേഘ, ആർക്കൊപ്പമാണ് കോൺഗ്രസ്, ആർക്കൊപ്പമാണ് എന്ന് ബോധ്യമാക്കുന്ന ഒരു നടപടി കൂടിയാണിത്. എന്തൊക്കെയാണ് ഷഹനാസിന്റെ വിവരങ്ങളിലെ അപ്ഡേഷൻ? ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനും ഒപ്പം ഷാഫി പറമ്പിലിനുമെതിരെ ഗുരുതരമായ ആരോപണം എം.എ. ഷഹനാസ് ഉന്നയിച്ചത്. ഈ ഷഹനാസ് എന്നത് വഹിക്കുന്ന പദവി എന്നത് KPCCയുടെ സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയാണ്. കോഴിക്കോട് ഗ്രൂപ്പിൽ, അതായത് സാംസ്കാരിക സാഹിതി കോഴിക്കോട് ഗ്രൂപ്പിൽ നിന്നാണ് ഇന്ന് രാവിലെ ഷഹനാസിനെ പുറത്താക്കിയിരിക്കുന്നത്. കൃത്യമാണ്, അതായത് ഇരയ്ക്കൊപ്പമല്ല, പരാതിക്കാർക്കൊപ്പമല്ല, വേട്ടക്കാർക്കൊപ്പം തന്നെയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് എന്നതാണ് ഷഹനാസ് പറയുന്നത്. എന്നാൽ ആ ഗ്രൂപ്പുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നതാണ് പ്രവീൺ കുമാറിന്റെ വാദം. കോഴിക്കോട് കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിൽ നിന്നും ഷഹനാസിനെ റിമൂവ് ചെയ്തിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് പറയുമ്പോഴാണ് അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ വളരെ ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി ഷാഫിക്ക് അറിയാമായിരുന്നു എന്നും അതിന് പിന്നാലെയാണ് ഷാഫിയുടെ നിർബന്ധപ്രകാരം രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റിയതെന്നും എം.എ. ഷഹനാസ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് പ്രതികാര നടപടി എന്നോണം ഇപ്പോൾ അതാണ് അത് കേവലമായ ഒരു ആരോപണമായിരുന്നില്ല. കാരണം സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗവാക്കായ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഷഹനാസാണ്, എം.എ. ഷഹനാസാണ് തനിക്ക് നേരിട്ട അനുഭവം അടക്കം ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ എന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഈ അർത്ഥത്തിൽ വളർത്തിവിടരുത്. അതിനുശേഷം പ്രസിഡന്റാക്കി അവരോധിക്കാനുള്ള നീക്കത്തിലും ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു, പ്രശ്നമാകും, ഇത് പാർട്ടിക്ക് അപമാനമാകും, അത്തരത്തിലൊരു പെർവെട്ടാണ്, ലൈംഗികമായ പെർവെട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഷഹനാസ് ഷാഫി പറമ്പിലിനോട്. അപ്പോൾ ഷാഫി പറമ്പിലിന് ഇത് അറിയാം എന്നത് വെളിവാകുന്നതോടുകൂടി കോൺഗ്രസ് ഒന്നാകെ പ്രതിക്കൂട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് കേവലം ഒരു ആരോപണം മാത്രമല്ല, ഒരു സഹപ്രവർത്തകരുടെ സംസ്ഥാന കമ്മിറ്റി നേതാവിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയല്ലേ മേഘ? അജിംഷാദ്, അതിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഷാഫി പറമ്പിലിന് അത് താൻ കൃത്യമായി അറിയിച്ചിരുന്നു, അതിന്റെ തെളിവ് തന്റെ പക്കലുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഷാഫി പറമ്പിൽ അത് നിഷേധിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് താൻ പുറത്തുവിടാം എന്നതായിരുന്നു ഈ ഷഹനാസ് ഇന്നലെ വ്യക്തമാക്കിയത്. അത് വ്യക്തമാണ്. അതായത് അതിനു പിന്നാലെ ഷാഫി പറമ്പിൽ കൃത്യമായി ആ മറുപടി പറയേണ്ടി വരും. എന്താണ് ഈ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പരാതിപ്പെട്ടത്, അല്ലെങ്കിൽ അത് നിരാകരിക്കുകയാണെങ്കിൽ കൃത്യമായ തെളിവ് ഷഹനാസ് പുറത്തുവിടും എന്നത് ഉറപ്പാണ്. അതിന്റെ വാട്സ്ആപ്പ് ചാറ്റ് ഉൾപ്പെടെ അവരുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും അതിന് പിന്നാലെ, അതായത് വലിയ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കൂടിയാണ് സാംസ്കാരിക സാഹിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കും മോശം മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിരവധി സ്ത്രീകളെ ഇത്തരത്തിൽ അപമാനിച്ചിട്ടുണ്ട്, നിരവധി സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞപ്പോൾ പുച്ഛവും പരിഹാസവും മാത്രമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്തത് എന്നതാണ് ഷഹനാസിന്റെ ആരോപണം. ഏതായാലും വരും സമയങ്ങളിൽ ഷാഫി പറമ്പിൽ അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്ന് തീർച്ചയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഷഹനാസ് വ്യക്തമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അജിംഷാദ്.